ദേവൻ ചേരുകയാണ്. ദേവൻ, ഇന്നത്തെ കണക്കുകൾ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും 50ഓ 100ഓ ആളുകളുടെ എണ്ണത്തിലേക്ക് വീണ്ടും ആളുകളെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്ന കണക്കുകളിലേക്ക് കൂടിക്കൂടി വരുന്നത് നമ്മെ വ്യാപ്തി കൂട്ടുന്നത് ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അത് 344ആയി മാറിയിരിക്കുന്നു. ഇനിയും ആളുകളെ കണ്ടെത്താനുള്ളത് 206ഓളം ആളുകളെ കണ്ടെത്തണം. ആ പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ചാലിയാറിൽ ഉൾപ്പെടെയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും രുചീഷ്, ഈ മേഖലയിലുണ്ടായ തിരച്ചിൽ നടപടികൾ തീർത്തും നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തുടർന്നു വന്ന തിരച്ചിൽ നടപടികൾക്ക് പുറമെയാണ് ഇന്നൊരു സമഗ്രമായ തിരച്ചിൽ നടപടികളിലേക്ക് സർക്കാരും അതുതന്നെ ഉദ്യോഗസ്ഥരും ഈ സേനാംഗങ്ങളും എല്ലാം കടന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചാലിയാർ അടക്കമുള്ള മേഖലയിൽ നിന്നുമെല്ലാം ഇന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾക്കൊപ്പം തന്നെ അതിന്റെ ശരീരാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തുന്ന പല മേഖലകളിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാത്രമായി കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഈ ഒരു ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം. ഈ മുണ്ടക്കൈ മേഖലയിലും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രഭവ കേന്ദ്രമായ കുന്തിരിമട്ട മേഖലയിലും അടക്കമെല്ലാം തിരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇന്ന് ഈ കുന്തിരിമട്ട മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ എത്താൻ സാധിക്കാതിരുന്ന മേഖലയായിരുന്നു ഈ കുന്തിരിമട്ടം അടക്കമുള്ള മേഖലകൾ. അവിടേക്കെല്ലാം ഇന്ന് ഇപ്പോൾ ഈ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ നിന്നും ലഭിക്കുന്ന ഒരു ആശ്വാസകരമായ ഒരു വാർത്ത എന്തെന്നാൽ ഈ മേഖലയിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ആദ്യത്തെ ദിവസം ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നും മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഈ ഒരു മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ച് തുടർച്ചയായി അല്ലെങ്കിൽ ഇടവിട്ട ഉള്ള അവസരങ്ങളിലെല്ലാം തന്നെ ഉരുൾപൊട്ടലടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആദ്യ ദിവസം പെയ്ത ഒരു മഴയിൽ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ഈ മേഖലയിൽ നിന്നും മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കുന്തിരിമട്ടം മേഖലയിൽ ഇത്തരം ഈ മുണ്ടക്കൈ മേഖലയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു വലിയ ഒരു ദുരന്തം സംഭവിക്കാതിരുന്നത്. നിരവധി ആളുകൾ ആ മേഖലയിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈന്യം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചു പറഞ്ഞത് ഇനി അവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, ജീവനുള്ള എല്ലാവരെയും തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഒരു വാർത്ത സൈന്യം ഇന്നലെ ഔദ്യോഗികമായി പുറത്തുവിട്ടത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. ഒപ്പം തന്നെ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ സംഘം കൂടെ സഞ്ചരിച്ചപ്പോൾ എല്ലാം തന്നെ കുടുങ്ങിക്കിടന്ന ആൾക്കാരെ എല്ലാം പുറത്തെത്തിക്കുന്ന പനറാടി മേഖലയിൽ അടക്കം നിന്നും പുറത്തെത്തിക്കുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലയിൽ നിന്നെല്ലാം ഈ പ്രഭവ കേന്ദ്രത്തിന്റെ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന്റെ വശങ്ങളിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും പുറത്തെത്തിക്കാൻ സൈന്യത്തിന് ആദ്യ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു. ശേഷമായിരുന്നു ഈ മരിച്ചുപോയ ആളുകളുടെ അല്ലെങ്കിൽ ദുരന്തത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്ന ഒരു തിരച്ചിൽ നടപടികളിലേക്ക് പിന്നീട് ഈ ദൗത്യ സംഘം മാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായ ഒരു തിരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ നടത്തിയിരുന്നത്. തുടർന്ന് നമുക്കറിയാം ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ചൂരൽമലയിലുണ്ടായ ഈ ദുരന്തത്തിൽ അവിടുത്തെ പാലം തകർന്നതിനു ശേഷം ഇങ്ങോട്ടുള്ള യാത്രാ ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യമെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളെല്ലാം ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ നടത്തുന്നതിനുള്ള ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശരി ദേവൻ, ഇപ്പോൾ പ്രധാനപ്പെട്ട തെരച്ചിൽ മുണ്ടക്കൈയിൽ നടക്കുന്നത് JCB ഉപയോഗിച്ച് നേരത്തെ സിഗ്നൽ നടന്ന സ്ഥലത്തുള്ള മണ്ണൊക്കെ മാറ്റിയിരുന്നു. ഇപ്പോൾ വീണ്ടും റഡാർ പരിശോധനയിൽ ഒരിക്കൽ കൂടി സിഗ്നൽ ലഭിക്കുമോ എന്ന് അറിയാനുള്ള പരിശോധന ഇപ്പോഴും രക്ഷാപ്രവർത്തകർ തുടരുകയാണ്.